എന്റെ അളിയ ഇതാണ് നമ്മുടെ സ്വന്തം ദിലീപക്ക ആരാന്നല്ലേ അത് നിങ്ങൾ മൊത്തം കണ്ടുനോക്ക്. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു 3 മണി 3:30 ഒക്കെ ആവുമ്പോണ്ടല്ലോ ദിലീപക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. സംഭവം പുള്ളിയുടെ ഒരു ചായയും ഇതുപോലെ കുറെ കടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അറിഞ്ഞൂടാതെ കൊല്ലംകാരി ചുരുക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. എന്താണെന്നറിയോ, ഇതുപോലൊരു ചായക്കട ഞങ്ങൾ ഇട്ടാലോ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ, ജോലിയുടെ പ്രഷർ, അല്ലെങ്കിൽ പട്ടിണി, ദാരിദ്ര്യം, കടം, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പകുതിയും കഥകൾ. പുള്ളി ഇതെല്ലാം കേട്ടിങ്ങനെ ചിരിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ദിലീപക്ക അടുത്ത് ചോദിച്ചു, ദിലീപക്ക എങ്ങനെയാണ് ഈ കട സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ ദിലീപക്ക എന്റെ അടുത്തൊരു കഥ പറഞ്ഞു. അതാണ് ശരിക്കും മോനെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ടല്ലോ പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ ഫ്രണ്ടിനും 2 കട ഉണ്ടായിരുന്നു. അവരിങ്ങനെ ചായയുടെ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് റോഡ് വികസനം വന്ന് കട പൊളിച്ചു കളഞ്ഞ സങ്കടത്തിൽ പുള്ളിയുടെ സുഹൃത്തുണ്ടല്ലോ ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. പക്ഷെ ദിലീപക്ക അതിലൊന്നും തളർന്നില്ല. പുള്ളിക്കാരുണ്ടല്ലോ സ്വന്തമായിട്ട് ഇതുപോലൊരു വണ്ടി എടുത്ത് പരിപാടി തുടങ്ങി. നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോണ്ടല്ലോ അതിന്റെ അടുത്ത വഴി നോക്കുക. ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 9 വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിരിപ്പുണ്ട്. ആ തുറന്നിട്ട വാതിലൊന്ന് കണ്ടെത്തണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത? പ്രശ്നങ്ങൾ വരും, അതിനെ ഇങ്ങനെ ചിരിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതാണ് എന്റെ ഇന്നത്തെ മോട്ടിവേഷൻ കേട്ടോ. ഇത് മോട്ടിവേഷൻ അല്ല, ശരിക്കും നടന്നൊരു കഥ തന്നെയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.